CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അഞ്ഞൂരിലെ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അഞ്ഞൂർ സ്വദേശി മനീഷിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ബ്ലേഡ് മാഫിയയുടെ ഇടപെടലാണെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു. കടൽമാർഗമുള്ള ലഹരിക്കടത്ത് ചേറ്റുവയിൽ എക്സൈസ്, ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് സംയുക്ത സംഘം പരിശോധന നടത്തി. നിയമലംഘനം നടത്തിയ 2 വള്ളങ്ങൾ പിടിച്ചെടുത്ത് നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കുന്നു. കണ്ടാണശ്ശേരിയിൽ പ്രതിരോധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെ HM ഫോറം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസം ടാറിംഗ് നടത്തി മണിക്കൂറുകൾക്കകമാണ് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയത്. DYFI കിരാലൂർ ഈസ്റ്റ്, വെസ്റ്റ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു കൈമാറി. ചക്കംകണ്ടം വിവേകാനന്ദ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഭൂദാനം നടത്തി. സുശീല ടീച്ചറുടെയും പെരുമ്പുള്ളി അരവിന്ദാക്ഷന്റെയും 20 ലക്ഷം രൂപ വിലമതിക്കുന്ന പുരയിട ഭൂമി സേവാഭാരതിയുടെ ഗുരുവായൂർ സാന്ദീപനി ട്രസ്റ്റിന് നൽകി. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള ടാങ്ക് നിർമ്മാണത്തിനായി ഒരുമനിയൂർ പഞ്ചായത്ത് വാങ്ങിയ സ്ഥലത്തിന്റെ രേഖകൾ വാട്ടർ അതോറിറ്റിക്ക് കൈമാറി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പരസ്യകലാകാരനും കേരള കാർട്ടൂൺ അക്കാദമി അംഗവുമായിരുന്ന കാർട്ടൂണിസ്റ്റ് സോളമൻ അനുസ്മരണ സമ്മേളനവും ചിത്രരചനാ മത്സരവും കുന്നംകുളത്ത് നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രഥമ ഗണേശോത്സവ പുരസ്കാരം മുരുകോപാസകനും LMRK സ്ഥാപകനുമായ R രജിത് കുമാറിന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സമർപ്പിച്ചു. ചാലിശ്ശേരി അങ്ങാടിയോടുള്ള UDF പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണനയ്ക്കെതിരെ CPM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. ഹൈവേ അധികൃതരുടെ അനാസ്ഥയ്ക്കും അഹങ്കാരത്തിനുമെതിരെ എന്ന തലക്കെട്ടിൽ SDPI അണ്ടത്തോട് തീരദേശ മേഖല ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഹെൽമറ്റ് മാർച്ച് നടത്തി. ഓണവിപണി ലക്ഷ്യം വെച്ച് ജൈവ കർഷക ഷീജ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഗുരുവായൂർ തൈക്കാട് ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിളവെടുപ്പ് സംഘടിപ്പിച്ചത്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി LCD പ്രൊജക്ടർ ലഭിച്ചു. പ്രവാസിയായ മലയാളി എഞ്ചിനീയർ ചാവക്കാട് സ്വദേശി വിനീത് കുമാറാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. ചാലിശ്ശേരി സ്വദേശിയായ യുവാവ് ദുബായിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. ചാലിശ്ശേരി PP ഓഡിറ്റോറിയം മൈലാടിക്കുന്ന് റോഡിൽ മാർവൽ ക്ലബിന് സമീപം താമസിക്കുന്ന മേലേത്തലക്കൽ പരേതനായ അബുദൽ മകൻ നജ്മുദ്ദീനാണ് മരിച്ചത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.